നോമ്പൊക്കെ കഴിഞ്ഞെന്നറിയാം, എന്നാലും കിടക്കട്ടെ. ഒരു ദിവസം എനിക്ക് ഭയങ്കര ക്ഷീണം, ഓഫീസിലൊന്നും നിൽക്കാനേ പറ്റില്ല. ഞാൻ വേഗം അങ്ങോട്ട് ഒരു ഓട്ടോ വിളിച്ച് വീട്ടിൽ വന്ന് അവിടെ കിടന്ന് അങ്ങോട്ട് സുഖമായിട്ട് ഉറങ്ങി എണീച്ചപ്പോൾ എൻ്റെ പാതി ക്ഷീണം അങ്ങോട്ട് പോയി. നോക്കുമ്പോഴത്തേക്കും ബാങ്ക് കൊടുക്കാനുള്ള സമയം അയക്കണ്. ഉമ്മ ഓൾമോസ്റ്റ് പണിയും കാര്യങ്ങളൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ബാക്കിയുള്ള കുറച്ച് പണിയും കൂടി അങ്ങോട്ട് കഴിക്കുക, ചുമ്മനെ ഹെൽപ്പ് ചെയ്യാൻ ഞാനും കൂടി ജ്യൂസ് അടിക്കുക, ഫ്രൂട്ട്സ് കട്ട് ചെയ്ത് വെക്കുക. ഇത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കാര്യമായിട്ടുള്ള പണി. പിന്നെ പൈനാപ്പിളാണ് ഭയങ്കര ചൊറിയൻ പരിപാടിയാണ്. എന്തായാലും അതൊക്കെ ഞാൻ അങ്ങോട്ട് ഭാഗികമായിട്ട് അങ്ങോട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഇന്ന് നമുക്ക് മുളക് ബജിയാണ്. പക്ഷെ മുളക് ബജി ഭയങ്കര ഫ്ലോപ്പായിരുന്നു. കാരണം ഭയങ്കര രീതിക്ക് കട്ടിയുള്ള മാവേനു, ഉള്ളിലേക്കൊക്കെ അങ്ങോട്ട് മാവ് കയറി. പിന്നെ ഓഫീസിലെ പരിപാടി കഴിഞ്ഞതിന് ശേഷം കഴിയുമ്പോൾ മൈലാഞ്ചി പോയില്ലേനു. സാറാണ് അത് കാട്ടി കൊതിപ്പിക്കലായിരുന്നു എൻ്റെ മെയിൻ പണി. പുതിയ കുപ്പി കിട്ടിയ പ്രഹസനത്തിൽ അവർ രണ്ടാളും, കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും വെള്ളം തുപ്പി കളിക്കുകയാണ്. അങ്ങനെ നോമ്പ് തുറക്കാൻ നേരത്ത് കറണ്ട് പോയി സുഭാഷ്. പിന്നെ അതാ ലൈറ്റൊക്കെ കത്തിച്ചിട്ട് നോമ്പൊക്കെ തുറന്ന്. അത് കഴിഞ്ഞതിന് ശേഷം ഞാനും സെലിക്കും കൂടി പുറത്തേക്ക് പോവാം ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ട്. SM സ്ട്രീറ്റ് കാലിയായിരുന്നായിരിക്കും, പക്ഷേ ഇത് കോയിൻകോൻ്റെ അവിടെ കേട്ടോ. SM സ്ട്രീറ്റിനുള്ളിൽ ഫുള്ള് തിരക്കാണ്. പിന്നെ നല്ലൊരു തണുത്ത സോഡ ഒക്കെ കുടിച്ചിട്ട് ഒന്ന് റിഫ്രഷ്മെൻ്റ് ആയി. വരുമ്പോഴത്തേനും പിന്നെ ഡ്രസ്സൊക്കെ എടുത്ത് ഒന്നോ രണ്ടെണ്ണമൊക്കെ കിട്ടി, ബാക്കിയൊന്നും കിട്ടിയില്ല. എന്തായാലും എൻ്റെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ കണ്ടോളൂ. അപ്പം ബൈ, ബാക്കി നാളെ കാണാം.